ഇവിടെ എഴുത്തച്ഛൻ പറയുകയാണ്, അല്ലയോ വാണീദേവി ഒരിക്കൽ പ്രാർത്ഥിച്ചതാണ്, എന്നാൽ പോലും വാണിയിടുക ഔവണ്ണമൻ. എങ്ങനെ വാൽമീകി മഹർഷിയുടെ നാവിന്മേൽ എങ്ങനെയാണോ ദേവി അവിടെ നടനമാടിയത്, അതുപോലെ വാണിയിടുക ഔവണ്ണമൻ നാവിന്മേൽ ഏവം ചൊൽവാൻ. എന്നാൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറയണം, എന്നാൽ അത് ഒരു അധിക പ്രസംഗമാകുമോ എന്ന ഒരു ലജ്ജ. അതാണ് ഏവം ചൊൽവാൻ നാണമാകുന്നു താനും. എനിക്ക് നാണമാകുന്നുണ്ട്. കാരണം വാൽമീകി മഹർഷി എവിടെ കിടക്കുന്നു, ഈ എഴുത്തച്ഛൻ എവിടെ കിടക്കുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് പറയാൻ ലജ്ജയുണ്ട്. എന്നാലും അതിനെന്താവതിപ്പോൾ. പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല. കാരണം ദേവിയുടെ അനുഗ്രഹമില്ലാതെ എനിക്കിത് എഴുതാനും പറ്റില്ല. മാത്രമല്ല ആ നാണത്തിന് കാരണം മറ്റൊന്നുമല്ല, വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ല എന്നതോർത്ത്, വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്ത്, ഞാൻ ഇതിന് അധികാരിയല്ലല്ലോ എന്നതും കൂടെയാണ്. കാരണം ശൂദ്രകുലത്തിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു. അത് തന്നെ ആ വേദങ്ങൾക്ക്, വേദം പഠിക്കാൻ ഞാൻ അധികാരി അല്ല എന്ന് സ്വയം അങ്ങ് വിനയാന്വിതനായി പറയുകയാണ്. അതുകൊണ്ട് ഞാനീ പറയുന്നത് എന്റെ ഒരു അത്യാഗ്രഹമാണെങ്കിൽ ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. ദേവി, ഞാൻ പറയുന്നത് ഒരു അത്യാഗ്രഹമായി പോയെങ്കിൽ ദേവി ആ കൃപ കൊണ്ട് എല്ലാം ക്ഷമിക്കൂ. അധ്യാത്മ പ്രദീപകമത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം. ഇതാരാണ് പറഞ്ഞത്? മൃത്യുശാസന പ്രോക്തം. അധ്യാത്മരാമായണം എന്ന ഈ ഒരു ഗ്രന്ഥം അത് പറയപ്പെട്ടിരിക്കുന്നത് മൃത്യുശാസനനാണ്. മൃത്യുവിന്റെ ശാസനൻ, കാലന്റെ അരി, ശത്രു, കാലാരിയായിരിക്കുന്ന ആ പരമശിവനാൽ പ്രോക്തം, പറയപ്പെട്ടതാണ്. അത് തന്റെ പ്രിയപത്നിയായ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഈ അധ്യാത്മരാമായണം. ഇനി ഇത് അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം. ഇപ്പൊ രാമായണം എന്താണ് ചെയ്യേണ്ടത്? അധ്യയനം ചെയ്യണം. അത് ഒരു ചടങ്ങ് തീർക്കുന്നത് പോലെ ഓടിപ്പിടിച്ച് വായിക്കാനുള്ളതല്ല. അധ്യയനം, വേദാധ്യയനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ എന്താ വേദാധ്യയനം എന്ന് വെച്ചാ വെറുതെ വായിക്കലാണോ? അല്ല. അതിന്റെ അർത്ഥമറിഞ്ഞ്, പദച്ഛേദമറിഞ്ഞ്, അതിന്റെ ആത്മാവറിഞ്ഞ്, അതിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും ആഴത്തിൽ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് മനനം ചെയ്ത്, ഇങ്ങനെ അവനവന്റെ ജീവിതത്തിലേക്ക് അതിന്റെ ഓരോരോ തത്വങ്ങളെ അത് പ്രയോഗിക്കാനും കൂടെ അതിനുള്ള ഒരു സാധന പോലെ ചെയ്യേണ്ട ഒന്നാണ് രാമായണം. അതാണ് അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം. അപ്പൊ ഇതിന്റെ ഫലശ്രുതി കേൾക്കുമ്പോൾ രാമായണം ഓടിച്ചിട്ട് വായിക്കുന്നവർക്ക് അല്ല എന്നുകൂടെ ഓർക്കണം. അധ്യയനം ചെയ്യുന്ന മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും. വെറുതെ വായിക്കുന്നവർക്കല്ല. രാമായണം അധ്യയനം ചെയ്ത് അർത്ഥമറിഞ്ഞ് ആഴത്തിൽ അതിനെ പഠിച്ച് മനനം ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള ഏത് മനുഷ്യനുണ്ടെങ്കിലും അവന്റെ കുലമോ ജാതിയോ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെയുള്ളവർക്ക് മുക്തി സിദ്ധിക്കും. അസന്നിഗ്ധം, ഒരു സംശയവും വേണ്ട. അസന്നിഗ്ധം. അതിനി ഒരുപാട് ജന്മം കാത്തിരിക്കണോ? വേണ്ട. ഈ ജന്മം കൊണ്ടേ, നിങ്ങൾ ഏത് ജന്മത്തിലാണോ ഇത് വായിക്കുന്നത്, അത് പഠിക്കേണ്ട രീതിയിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഈ ജന്മം കൊണ്ടേ മുക്തി സിദ്ധിക്കും. അസന്നിഗ്ധം, ഒരു സംശയവും വേണ്ട. പക്ഷേ അതിനിയും ഒരു യോഗ്യത കൂടെ വേണം. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ. ഭക്തി വേണം. എന്താ ഭക്തി? വിശ്വാസം. വെറുമൊരു വിശ്വാസമല്ല ഭക്തി. വിശ്വാസം എന്നത് എന്നെയും എന്റെ കുടുംബത്തെയും ഈശ്വരൻ രക്ഷിക്കുമെന്നത് ഒരു വിശ്വാസം. എന്നാൽ ഭഗവാനാണ് എന്റെ എല്ലാം, ഭഗവാനല്ലാതെ എനിക്ക് ഈ ലോകത്തിൽ വേറെ ആരുമില്ല എന്ന ഉറപ്പ്, ഭഗവാനെ മാത്രം
തന്റെ സുഹൃത്തായി, സഖാവായി, ബന്ധുവായിട്ട് എല്ലാം കാണാനുള്ള ആ മനസ്സ്, അങ്ങനെ ഭഗവാനിൽ ആസക്തി വെക്കുകയാണ് ഭക്തി. അങ്ങനെ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ, നിങ്ങൾ എല്ലാവരും കേൾക്കൂ, ഞാനിതാ ചൊല്ലിയിടുവൻ, ഞാൻ ഇതാ പറയാൻ പോവുകയാണ്. എത്രയും ചുരുക്കി, ഞാൻ അങ്ങനെ വലിയ വിശദീകരണമൊന്നും കൊടുക്കുന്നില്ല, ചുരുക്കി ഞാൻ പറയാം രാമമാഹാത്മ്യമെല്ലാം. രാമന്റെ, ആ ശ്രീരാമന്റെ, അതുപോലെ അധ്യാത്മ രാമായണത്തിന്റെ ഒക്കെ മഹാത്മ്യം ഞാൻ ചൊല്ലാം. ഇനി പറയുന്നു, ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ. ബുദ്ധിമത്തുക്കൾ എന്നാൽ വിവേക ബുദ്ധിയുള്ളവർക്ക്. ഇത് ആരെങ്കിലും കേട്ടാൽ അവർക്ക് പ്രയോജനപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് വിവേകം വേണം ആദ്യം. അപ്പൊ പല ഗ്രന്ഥങ്ങൾ ഒരുപാട് കാലം നാമം ജപിച്ചും ഒക്കെ നമുക്ക് ഈ ലോകം സത്യമല്ല, ഈ പ്രപഞ്ചം സത്യമല്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഒരു സത്യം, മറ്റതൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. സത്യമല്ല എന്ന് വെച്ചാൽ മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നല്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് കണ്ടയാളെ നാളെ കാണില്ല, ഇന്നത്തെ സാഹചര്യമല്ല നാളെ. എന്നാൽ എത്രയോ ലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ ഈശ്വരൻ എന്ന സത്യത്തെ അറിഞ്ഞു തുടങ്ങി, ഇന്നും അറിയുന്നു. അപ്പോൾ ഒരേ ഒരു സത്യമേ ഇവിടെ മാറ്റമില്ലാതെ തുടരുന്നുള്ളൂ. ആ സത്യത്തെ അറിയുകയാണ് ലക്ഷ്യം എന്ന വിവേകം. ഈ മിഥ്യയായ ലോകത്തെ ആശ്രയിക്കരുത് എന്ന വിവേകം. ഈ വിവേകം ഉള്ളവർക്ക് ഈ കഥ ഒരു തവണ ഒന്ന് കേൾക്കുന്നതാകിൽ, ശ്രദ്ധയോടെ കേൾക്കുന്നതാകിൽ, ബദ്ധരാകിലും, ഒരുപക്ഷെ വിവേകമുണ്ടാകും, പക്ഷെ അപ്പോഴും ബന്ധങ്ങളിൽ നിന്നോ ദുഃഖങ്ങളിൽ നിന്നോ മുക്തരല്ല എങ്കിൽ, ബദ്ധരാണ് എങ്കിൽ, പക്ഷേ ഈ ഒരു കഥ, അധ്യാത്മ രാമായണ പഠനം ഒരു തവണ ഒന്ന് ചെയ്താൽ മതി, മുക്തരായി വന്നുകൂടും. നിങ്ങൾ മുക്തരാകും, യാതൊരു സംശയവും വേണ്ട. ഇനി ഭഗവാനെ കുറിച്ച് തന്നെ പറയുന്നു, ധാത്രിഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം. ധാത്രിഭാരം, ഭൂമിയിലെ ആ രാക്ഷസന്മാരുടെയൊക്കെ ഭാരത്തെ തീർക്കാൻ ബ്രഹ്മാദി ദേവഗണം, ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാർ പ്രാർത്ഥിച്ചതുകൊണ്ട്, ഭക്തിപൂർവം പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തത് കാരണം, ദുഗ്ധാബ്ധി മധ്യേ, ദുഗ്ധാബ്ധി പാലാഴി, ആ പാലാഴിയുടെ മധ്യത്തിൽ, പാലാഴിയുടെ ഒത്ത നടുവിലായിട്ട് ഭോഗിസത്തമനായിടുന്ന, ഭോഗിസത്തമൻ ആ സാക്ഷാൽ അനന്തൻ, ആദിശേഷനായിരിക്കുന്ന ആ അനന്തന്റെ മെത്തമേൽ, അനന്തനാകുന്ന ആ മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ. യോഗനിദ്ര ചെയ്ത ആ നാരായണമൂർത്തി ധാത്രീമണ്ഡലം തന്നിൽ, ധാത്രി ഭൂമി, ഭൂമിയിൽ എവിടെ അവതരിച്ചു? മാർത്താണ്ഡകുലത്തിങ്കൽ. മാർത്താണ്ഡൻ സൂര്യൻ, സൂര്യവംശത്തിലാണ് ശ്രീരാമചന്ദ്രൻ പിറന്നത്. അപ്പൊ ഭൂമിയിലെ സൂര്യവംശത്തിൽ ധാത്രി ഇന്ദ്രവീരൻ, ധാത്രീന്ദ്രവീരൻ, ഭൂമിയുടെ രാജാവ്, ആ രാജാവായിട്ടുള്ള ദശരഥന് തനയനായിട്ട്, മകനായിട്ട് എന്തിനാണ് വന്നത്? രാത്രിചാരികളായ രാവണാദികൾ തമ്മേ, ആ രാക്ഷസന്മാരായിട്ടുള്ള രാവണാദികളെയൊക്കെ മാർത്താണ്ഡാത്മജപുരം, മാർത്താണ്ഡൻ സൂര്യൻ, സൂര്യന്റെ ആത്മജൻ മകൻ കാലൻ. അപ്പൊ കാലപുരം, കാലപുരിക്ക് പ്രാപിപ്പിച്ചോരു ശേഷം, അവരെയൊക്കെ ആ കാലപുരിക്ക് അയച്ചതിന് ശേഷം തന്റെ അവതാര കൃത്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പൂർത്തിയാക്കിയതിനു ശേഷം ആദ്യമാം ബ്രഹ്മത്വം, തന്റെ യഥാർത്ഥ സ്വരൂപമായിട്ടുള്ള ആ ബ്രഹ്മത്തെ പ്രാപിച്ച, തിരിച്ച് ആ ബ്രഹ്മതത്വത്തെ തന്നെ പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം,
വേദാന്തം എന്താണെന്ന് നേരത്തെ പറഞ്ഞു. അറിവിന്റെ അറ്റം ഉപനിഷത്ത്. ആ ഉപനിഷത്തിലെ മഹാവാക്യങ്ങൾ 4 മഹാവാക്യങ്ങളാണ്. പ്രജ്ഞാനം ബ്രഹ്മ. ആ ശ്രേഷ്ഠമായ ജ്ഞാനം തന്നെയാണ് ബ്രഹ്മം എന്നത് ഒരു വാക്യം. അയം ആത്മാ ബ്രഹ്മ. ഈ ആത്മാവിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിലെ ജീവാത്മാവിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത് എന്നത് 2ാമത്തെ വാക്യം. ഇനി ഒരു ഗുരു ശിഷ്യനോട് പറയുന്ന രീതിയിൽ തത് ത്വം അസി. അത് ആ സത്യം ത്വം അത് നീ തന്നെയാകുന്നു എന്ന 3ാമത്തെ വാക്യം. പിന്നീട് ശിഷ്യൻ സ്വയം അനുഭവിച്ചറിയേണ്ട ആ സത്യം അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ തത്വം തന്നെ എന്ന അനുഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ അനുഭവവേദ്യമാകുന്ന ആ വാക്യം. ഇങ്ങനെയുള്ള ആ 4 വാക്യങ്ങളുടെ മനനം കൊണ്ട് എത്തിപ്പെടേണ്ട, വേദ്യം അറിയേണ്ട, ആ അറിയേണ്ട തത്വമാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെയുള്ള ആ ശ്രീരാമചന്ദ്രനാണ് ഒരു ഉപാധി, ഒരു ശരീരം സ്വീകരിച്ച് അവതരിച്ച് ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ സീതാപതിയായ, സീതയുടെ ഭർത്താവായ ശ്രീപാദം, അങ്ങനെയുള്ള ഭഗവാന്റെ ആ പാദം ഇതാ വന്ദിക്കുന്നേൻ.